ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നുണ്ടല്ലോ, ഭാര്യമാർക്ക് ചൂട് പിടിപ്പിക്കാതിരിക്കാൻ നോക്കുക ഭർത്താക്കന്മാർ. കാരണം ഭാര്യമാർക്ക് ചൂട് പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. തീപ്പൊരിയായി, പൊട്ടിത്തെറിയായി, അടിയായി, ഇടിയായി, ബഹളമായി, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പിന്നെ എന്താ പറയുക, ആൾക്കാർ ചെന്ന് അത് ഒത്തുതീർപ്പാക്കി എന്തിനാണ് അതിന് പോകുന്നത്. അപ്പം അതിന് കുറച്ച് ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. കൂടുതലും വീട്ടുകളിൽ ബഹളം ഉണ്ടാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫാമിലി ഇഷ്യൂസാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, അത് അറിഞ്ഞുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷേ അറിയാൻ വയ്യാത്ത ആൾക്കാരിലായിരിക്കും ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റ് പെണ്ണുങ്ങളെക്കുറിച്ച് ഇവരുടെ മുന്നിൽ വെച്ച്, അതായത് ഭാര്യമാരുടെ മുന്നിൽ വെച്ച് മറ്റ് പെണ്ണുങ്ങളെ പുകഴ്ത്തി സംസാരിക്കാൻ പോകരുത്. മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ബന്ധത്തിൽപ്പെട്ട ഏതും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പം കൂട്ടുകാരന്മാരുടെ വൈഫ്, അങ്ങനെ ആരും ആയിക്കോട്ടെ, മറ്റൊരു പെണ്ണിനെക്കുറിച്ച് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് പോയിട്ട് പറയുന്നത് എത്രയ്ക്കായാലും ഭാര്യമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് എനിക്കായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴായിരിക്കും അടിപിടി ജഗപ്പുക ഒന്നും പറയണ്ട. അപ്പം ഒന്നാമത്തേതായിട്ട് ആ കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അച്ഛനെയും അമ്മയും കുറിച്ചും അവരോട് അച്ഛനെയും അമ്മയും, അതായത് പെണ്ണുങ്ങളുടെ അച്ഛനെയും അമ്മയും മോശമായിട്ട് അവരോട് സംസാരിക്കരുത്. അവരോട് സംസാരിക്കുക, അതായത് പറയുമല്ലോ, നമ്മളിപ്പം ഭാര്യമാരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പം പറയും, നിൻ്റെ അച്ഛനെ പോലെ, നിൻ്റെ അമ്മയെ പോലെ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച്, നിൻ്റെ അമ്മ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച്. അതൊന്നും ആരും സഹിക്കത്തില്ല കേട്ടോ. ആ ഒരു കാര്യം മാത്രം പറയരുത്. അച്ഛനെയും ബാക്കി എന്തെങ്കിലുമൊക്കെ അവർ സഹിക്കുമായിരിക്കും, പക്ഷേ അച്ഛനെയും അമ്മയെയും കുറിച്ച് മോശം പറയുമ്പോൾ അവരതിൽ കയറി ഇടപെടും. അവരത് കയർത്ത് സംസാരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നത്തിലായിട്ട് വഴക്കാകും. പിന്നെ അത് വീട്ടുകാർ തമ്മിലാകും വഴക്ക്. അതും കൂടെ അങ്ങ് ഒഴിവാക്കുക. അപ്പം ഒന്നാമത്തേതെന്ന് പറയാൻ, പെണ്ണുങ്ങളെ പോയിട്ട് സംസാരിക്കരുത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മമാരെയും കുറ്റം പറയാൻ മാക്സിമം ശ്രമിക്കാതിരിക്കുക. പിന്നെ മൂന്നാമത്തത് കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഭർത്താക്കന്മാർ അവരുടെ അച്ഛനെ അമ്മമാരെയും കുറിച്ച് ഭാര്യയുടെ വീട്ടുകാരെ അവരെ തരം താഴ്ത്തി സംസാരിക്കരുത്. കാരണം ഭർത്താവ് ഇപ്പം സ്വന്തം തള്ളയും തന്തയും ഭാര്യയുടെ മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടി സംസാരിക്കും. ഇപ്പം ഭാര്യ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, മോന് അവരോട് ഒരു പുച്ഛം പോലെയാണ്, മോനില്ലാത്ത ബഹുമാനം ഞാൻ എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്തിനാണ് കൊടുക്കേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മയെക്കാട്ടിലും മേളിൽ കയറി നിൽക്കാൻ നോക്കും. അത് അമ്മായിയമ്മയ്ക്ക് സഹിക്കുമോ? ഇല്ല. അവർ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാകും കേട്ടോ. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണേ. നാലാമത്തേതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ചില ആണുങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മുഖത്തടിക്കും. കൈക്കോ കാലിനോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് തട്ടോ മുട്ടോ അടിക്കുകയോ പള്ളുവറയൊക്കെ ചെയ്തോ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ മുഖത്തടിച്ചുള്ള അത് ഒരിക്കലും സഹിക്കത്തില്ല കേട്ടോ. ആരും പെമ്പിളാരും സഹിക്കത്തില്ല. അവരുടെ മനസ്സിൽ അത് ചിലപ്പം പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി, അത് രണ്ടുപേരും കൂടെ നോർമലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോലും അവരുടെ മനസ്സിൽ അത് കിടക്കും. ഇന്നലെ നാളെ അത് വിളിച്ചു പറയും, നിങ്ങൾ അവർക്ക് വേണ്ടി എന്നെ അടിച്ചില്ലേ എന്നൊരു ചോദ്യം അവിടെ വരും. അത് എക്കാലം അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല കേട്ടോ. ആ ഒരു കാര്യം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. മുഖത്തടിക്കുന്നത് ഒന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പറയുന്നത് എനിക്ക് നല്ല ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഭാര്യമാരുടെ മുന്നിലിരുന്ന് കരയരുത്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെയാണ് ഭാര്യമാർ കൂടുതലും എന്താ പറയുക ഇഷ്ടപ്പെടുന്നത്. കാരണം തൊട്ടതിനും പിടിച്ചതിനും, ഇല്ലെങ്കിൽ മിക്കവാറും ഓഫീസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന്, ജോലി സംബന്ധമായിട്ടൊരു ഇഷ്യൂസ് വന്ന്, ജോലി പോയി അതെല്ലാം പറഞ്ഞ് വീട്ടിലിരുന്ന് മക്കളുടെയും ഭാര്യയുടെയൊക്കെ മുന്നിലിരുന്ന് കരയുമ്പോഴത് ഭാര്യയുടെ മക്കളെയും സംബന്ധിച്ച് തികച്ചും അവരുടെ മുന്നിലൊരു പരാജയമാവുകയാണ് ഭർത്താക്കന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ എപ്പോഴും ബോൾഡായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഭർത്താവായാലും, ഇപ്പം മക്കൾ അച്ഛനെ കാണുന്നതിലും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതി നിൽക്കണം. അല്ലാതെ എപ്പോഴും ഇരുന്ന് കരഞ്ഞ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഭർത്താവിനെ ആയാലും അച്ഛനെ ആയാലും മക്കൾക്കായാലും ഭാര്യയ്ക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച്, ഒത്തിരി ഇപ്പോൾ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 100% ഒരു 25% നമ്മുടെ ജീവിതം ഹാപ്പിയാകാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇതിന് എന്താണെങ്കിലും നിങ്ങളിത് എങ്ങനെയാണ് കരുതുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ, സീ യു.